ഇന്നലെ വരെ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തോട് പേളി മാണി പ്രതികരിച്ചതും അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ അവർ എയറിലായതുമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണല്ലോ. വിദ്യാർത്ഥികൾ സമരം ഉപേക്ഷിച്ച് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞത് പേളിയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ആ വിഷയത്തിൽ വേറെ വേറെ ഒപ്പീനിയൻ ആയിരിക്കും ഉള്ളത്. പേളിക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ചോയ്സും ഒപ്പീനിയനും ഉണ്ടാവാം. ആ അഭിപ്രായം പറയാൻ പേളിക്ക് 100% അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ അത് പറയുന്നുമുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതൊക്കെ പേളിയുടെ പേഴ്സണൽ ചോയ്സും ഒപ്പീനിയനും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും. പക്ഷെ എൻ്റെ വിഷയം അതല്ല. ഈ വിഷയത്തിൽ പ്രതികരിച്ച കൂട്ടത്തിൽ മലയാള സിനിമ കണ്ട മഹാനായ സംവിധായകൻ സിബി മലയിൽ സാറിനെ ഫെയിൽഡ് ഡയറക്ടർ എന്ന് വിളിക്കാൻ പേളി കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, അതിനെ ശരിക്കും അമ്പരിപ്പിച്ചു കളഞ്ഞു. പേളി മാണി, നിങ്ങൾ ആരെയാണ് ഈ ഫെയിൽഡ് എന്ന് വിളിച്ചത്? എൻ്റെ കയ്യിൽ ഒരാളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ആ ഫെയിൽഡ് ഡയറക്ടറുടെ ലിസ്റ്റ് ഒന്ന് കേൾക്കുക. 3 നാഷണൽ അവാർഡുകൾ, 5 സ്റ്റേറ്റ് അവാർഡുകൾ, 2 ഫിലിം ഫെയർ അവാർഡുകൾ, ഇതെല്ലാം നേടിയ മലയാള സിനിമയുടെ അഭിമാനമായ ഒരൊറ്റ പേരുണ്ട്, സിബി മലയിൽ. ഇത്രയും വലിയൊരു സംവിധായകനെ ഒരു വ്ളോഗിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിപ്ലൈക്ക്, ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫെയിൽഡ് എന്ന് ചാപ്പ കുത്തി. നമ്മൾ ആരാധിക്കുന്ന മലയാള സിനിമയിലെ ഇതിഹാസ നടനായ നമ്മുടെ ലാലേട്ടന് 2 തവണ ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആ മനുഷ്യനാണ് പേളി നിങ്ങൾ അപമാനിച്ചത്. കിരീടം, ചെങ്കോല്, തനിയാവർത്തനം, സദയം, ഇതൊക്കെ കണ്ട് നമ്മൾ കരഞ്ഞത് ആ സംവിധായകന്റെ മികവ് കൊണ്ടാണ്. ഹിസൈനസ് അബ്ദുള്ള, ഉസ്താദ്, സമ്മറിൻ ബദ്ലഹേം, ധനം, ദേവദൂതൻ, ആകാശദൂത്, കമലതളം, ഇന്നും ഏതൊരു മലയാളിയും കാണാൻ ആഗ്രഹിക്കുന്ന ക്ലാസിക് ചിത്രങ്ങൾ ഒരുക്കിയ സൃഷ്ടാവാണ് അദ്ദേഹം. നമ്മുടെയൊക്കെ കുട്ടിക്കാലം മുതൽ നമ്മൾ ആരാധിക്കുന്ന ഒരു വലിയ പേര്. ഇന്നും മലയാള സിനിമയിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിൽ പോലും ഒരുത്തനും അതുപോലുള്ള പടങ്ങൾ എടുത്തു വയ്ക്കാൻ ജനിച്ചിട്ടുമില്ല, ഇനി അങ്ങനെ ഒട്ടും സംഭവിക്കൂല. പിന്നെ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുള്ള ഡയറക്ടർ എന്ന് മെൻഷൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകനെ ഉദ്ദേശിച്ചിട്ടാണെന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതിനുള്ള ഉത്തരം കൂടി ഞാൻ തരാം. സിബി മലയിൽ സാറിൻ്റെ മകനായിട്ടുള്ള ജോ സിബി മലയാളിൻ്റെ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ ആ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ആക്ടർ എന്നുള്ളത്. പുള്ളി ഏതോ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ആക്ടർ എന്നുള്ളൊരു ടൈറ്റിലാണ് ആൾക്കുള്ളത്. അറ്റ്ലീസ്റ്റ് ഡയറക്ടർ എന്നുള്ളൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനോട് ഒരു നമുക്ക് യോജിപ്പുണ്ടായിരിക്കും. അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഫെയിൽഡ് ഡയറക്ടർ എന്ന് അദ്ദേഹത്തെ മെൻഷൻ ചെയ്തത്? ഒന്നും വേണ്ട. നിങ്ങളുടെ ഭർത്താവ് ശ്രീനിഷേട്ടൻ, അദ്ദേഹത്തെ ഞാനടക്കമുള്ള മലയാളികൾ ഏതോ ഒരു സീരിയലിലൂടെയാണ് അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം പുള്ളി ബിഗ് ബോസിൽ വന്നു, നിങ്ങളെ കല്യാണം കഴിച്ചു. ആ ബിഗ് ബോസ് സീസൺ കഴിഞ്ഞ് നിങ്ങളെ കെട്ടിയതിന് ശേഷം അദ്ദേഹത്തെ ഞാൻ ഒരു സീരിയലിലും പിന്നെ കണ്ടിട്ടില്ല. എടുത്തു പറയത്തക്ക വിധം ഒരു റോളും അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫെയിൽഡ് സീരിയൽ ആക്ടറാണോ എന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ അങ്ങനെ പറയോ? പേളി മാണി, റീച്ചും ഫോളോവേഴ്സും കൂടുമ്പോൾ എന്തും തൊള്ളയിൽ തോന്നുന്നു പറയരുത്. വ്യൂസും ലൈക്കും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന കയ്യടി മാത്രമാണ് വിജയമെന്ന് കരുതുന്ന ഇടത്താണ് നിങ്ങളുടെ പ്രശ്നം. ക്ലാസിക്കുകൾ സൃഷ്ടിച്ച ഒരു ലെജൻഡിനെ കുറച്ച് ഫോളോവേഴ്സിന്റെ ബലത്തിൽ ഫെയിൽഡ് എന്ന് വിളിക്കാൻ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സിനിമ ഇഷ്ടമല്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തെ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തെ തള്ളി പറയാൻ ആർക്കും അവകാശമില്ല. പറ്റുമെങ്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്ന് അദ്ദേഹത്തിന്റെ തനിയാവർത്തനോ, കിരീടോ അല്ലെങ്കിൽ ദേവദൂതനോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക.